പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതിലൊരു കാര്യത്തെപ്പറ്റിയാണ് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത്. അതായത് നമ്മൾ എപ്പോൾ ആഹാരം കഴിച്ചാലും ആഹാരത്തിൽ കാർബോഹൈഡ്രേറ്റ് അല്ലെ അന്നജത്തിൻ്റെ അളവ് കുറഞ്ഞിരിക്കണം എന്നതാണ്. മറ്റു പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഭക്ഷണത്തിൻ്റെ അളവ്. നാം കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് പലപ്പോഴും കൂടുകയാണ് ചെയ്തിരിക്കുന്നത്. ആഹാരം മിതമായ അളവിൽ കഴിക്കണം എന്നാണ് പോഷക വിദഗ്ധർ പറയുന്നത്. ആഹാരത്തിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ അത് പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും. നമ്മൾ ഏത് ആഹാരം കഴിക്കുന്നു എന്നതല്ല പ്രാധാന്യമായിട്ടുള്ളത്, നമ്മൾ എത്രമാത്രം കഴിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈവൻ നമ്മൾ ഹെൽത്തി ഫുഡ് ആണെങ്കിൽ പോലും നമ്മൾ മിതമായ അളവിലേ കഴിക്കാവൂ എന്നാണ് പോഷക വിദഗ്ധർ പറയുന്നത്. അപ്പോൾ ഭക്ഷണം എന്തുകൊണ്ട് അധികമാകുന്നു, അതുപോലെ തന്നെ അധികമായാലുണ്ടാകുന്ന ആരോഗ്യപരമായ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, നമുക്കതിനുള്ള പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയാണ് ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആഹാരം അധികമാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ പലപ്പോഴും പുറത്തുനിന്ന് ആഹാരം കഴിക്കുന്നു എന്നുള്ളതാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ പുറത്തു നിന്ന് ആഹാരം കഴിക്കുക, അതായത് ഈറ്റിംഗ് ഔട്ട് അല്ലെ പുറത്ത് റെസ്റ്റോറൻറ്റോ ഹോട്ടലിൽ നിന്നൊക്കെ ആഹാരം കഴിക്കുക എന്നത് ഒരു ഫാഷനായിട്ട് തന്നെ മാറിയിരിക്കുകയാണ്. വൈകിട്ടത്തെ ആഹാരമാണ് സാധാരണ നമ്മൾ മിക്കപ്പോഴും പുറത്തു നിന്നും കഴിക്കുന്നത്. ഉദാഹരണമായിട്ട് ബർത്ത്ഡേ പാർട്ടി അല്ലെ മാരേജിൻ്റെ പാർട്ടി തുടങ്ങിയ പല പാർട്ടികളും ഇന്ന് ധാരാളമായിട്ടുണ്ട്. അതിൽ മിക്കവരും പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ അവിടെ വിളമ്പുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കൂടുതൽ രുചിയുള്ളതായിരിക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അമിതമായിട്ട് ആഹാരം കഴിക്കാനുള്ള ഒരു സാഹചര്യം അവിടെയുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, പണ്ടത്തെ പോലെ അല്ല ഇന്ന് നമ്മുടെ ജീവിതശൈലി. ഇന്ന് നമുക്ക് ഭക്ഷണം ശരിക്കും പറഞ്ഞാൽ സർപ്ലസ് ആണ്, അതായത് അധികമായിട്ട് കിട്ടുന്നു എന്നുള്ളതാണ്. ഗവൺമെന്റ് തന്നെ അരി ധാരാളമായിട്ട് റേഷൻ കടകളിൽ കൂടി നൽകുന്നു. മറ്റു പല ഭക്ഷണ സാധനങ്ങൾക്കും ഇന്ന് ദൗർലഭ്യമില്ല. പണ്ട് അങ്ങനെയല്ലായിരുന്നു. ഭക്ഷണ സാധനങ്ങൾക്കൊരു ദൗർലഭ്യം ഉണ്ടായിരുന്നു, കിട്ടുവാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ സാഹചര്യങ്ങളെല്ലാം മാറി ഇന്ന് യഥേഷ്ടം ഭക്ഷണ സാധനങ്ങൾ കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് മാറി. അത് നാച്ചുറലായിട്ട് അമിത ആഹാരത്തിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. മറ്റൊന്ന്, മനുഷ്യനാണ്. നമ്മൾ ചിലപ്പോൾ രുചിയുള്ള ഒരു ഭക്ഷണ സാധനം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ കൂടുതലായിട്ട് കഴിച്ചു എന്നിരിക്കും. അപ്പോൾ ഭക്ഷണത്തോടുള്ള മനുഷ്യൻ്റെ അഭിരുചി, അതുപോലെ തന്നെ ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളിലും ഒക്കെ വിളമ്പുന്ന ഭക്ഷണത്തിൽ കൂടുതൽ രുചിക്ക് വേണ്ടി അജിനോമോട്ടോ എന്ന ചില പദാർത്ഥങ്ങൾ ചേർക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടും പല സന്ദർഭങ്ങളിലും ഇന്ന് നമ്മൾ അമിതമായിട്ട് ആഹാരം കഴിക്കുന്നുണ്ട്. ഇങ്ങനെ അമിതമായിട്ട് ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിൽ പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നുണ്ട്. ഇന്ന് ഈ ജീവിതശൈലി രോഗങ്ങളെല്ലാം പകർച്ചവ്യാധി പോലെ വ്യാപിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഭക്ഷണം അധികമാകുന്നു എന്നുള്ളതാണ്. അധികമായിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കൂടുതൽ കാലറി നമ്മുടെ ശരീരത്തിലെത്തുന്നു. നമ്മുടെ ശരീരം അതിനാവശ്യമുള്ളവ ഉപയോഗിച്ച് മിച്ചം വരുന്ന കാലറികൾ ശരീരത്തിൽ കൊഴുപ്പായിട്ട് സൂക്ഷിക്കുന്നു. അങ്ങനെ കൊഴുപ്പായിട്ട് സൂക്ഷിക്കുമ്പോഴാണ് നമുക്ക് അമിതവണ്ണം അല്ലെ ഓവർ വെയിറ്റ് ഉണ്ടാകുന്നു. അത് ക്രമേണ പല ആരോഗ്യ പ്രശ്നങ്ങളുടെയും തുടക്കം കുറിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് അമിതവണ്ണം ഉണ്ടാകുന്നു, നമുക്ക് ഡയബറ്റീസ് ഉണ്ടാകുന്നു, ഹൃദ്രോഗങ്ങൾ ഉണ്ടാകുന്നു, മെറ്റബോളിക് സിൻഡ്രോം ഉണ്ടാകുന്നു. ഇങ്ങനെ പല പല രോഗങ്ങളുടെയും തുടക്കം നമ്മുടെ ശരീരത്തിൽ കൂടുതലായി സൂക്ഷിച്ചു വെക്കുന്ന കാലറികൾ കൊഴുപ്പാക്കി മാറ്റി ശരീരം സൂക്ഷിക്കുന്ന പ്രക്രിയ നടക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ നമുക്കിതിന് എന്താണ് പരിഹാരം? അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു കാര്യം ആ മനസ്സിൽ ഓർത്തിരിക്കണം. അതായത് നമ്മൾ എന്ത് കഴിക്കുന്നു എന്നതല്ല, നമ്മുടെ എത്രമാത്രം കഴിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു നിയന്ത്രണം നമ്മൾ തന്നെ സ്വയം ഏർപ്പെടുത്തേണ്ടിയിരിക്കുന്നു. കാരണം രോഗങ്ങൾക്ക് പിടികൊടുക്കാതെ ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പോൾ രോഗങ്ങൾക്ക് പിടികൊടുക്കാതിരിക്കണമെങ്കിൽ നമ്മൾ അമിതമായിട്ട് ആഹാരം കഴിക്കാതിരിക്കണം. പിന്നെ പാർട്ടികളിലോ മറ്റ് റെസ്റ്റോറൻറ്റുകളോ ഒക്കെ പോകുമ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ കൂടെ ഇരിക്കുന്ന ആൾ ഐസ്ക്രീം ഓർഡർ ചെയ്യുന്നു, അല്ലെ ഐസ്ക്രീം കഴിക്കുന്നു. നമ്മളത് മിതമായ അളവിൽ അല്പം ഐസ്ക്രീം കഴിച്ചതുകൊണ്ട് കുഴപ്പമില്ല. അവിടെയും നമ്മൾ ആ മിതത്വം പാലിക്കണം. പണ്ടുള്ള ആൾക്കാർ പറയുന്നത് പാതി വയറേ ആഹാരം കഴിക്കാവൂ എന്നുള്ളതാണ്. അതായത് നമ്മുടെ വയറിൻ്റെ കപ്പാസിറ്റിയുടെ
പകുതി ഭാഗം മാത്രം ഭക്ഷണം കഴിക്കുക, ബാക്കി കാൽ ഭാഗം വെള്ളം കുടിക്കുക, ബാക്കി കാൽ ഭാഗം നമ്മൾ വെറുതെ ഇടുക എന്നുള്ളതാണ്. എങ്കിലേ ദഹന പ്രക്രിയ ശരിക്കും നടക്കൂ എന്നുള്ളതാണ് അന്നത്തെ ആൾക്കാർ പറഞ്ഞിരുന്നത്. ആ കാര്യം ഇന്നും വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. പിന്നെ നമുക്ക് നമ്മുടെ ഭക്ഷണം അധികമാകാതിരിക്കാൻ വേണ്ടി നമുക്ക് മറ്റൊരു കാര്യം ചെയ്യാം. അതായത് ഹെൽത്തി പ്ലേറ്റ് മെത്തേഡ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഹെൽത്തി പ്ലേറ്റ് മെത്തേഡ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആഹാരത്തിന്റെ അളവിൽ ഒരു മിതത്വം പാലിക്കാൻ സാധിക്കുകയും ചെയ്യും. നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാനും പറ്റും. ഹെൽത്തി പ്ലേറ്റ് മെത്തേഡിനെ പറ്റി പല പ്രാവശ്യവും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതായത് ആഹാരം കഴിക്കുന്ന പ്ലേറ്റിനെ 3 ഡിവൈഡ് ചെയ്യുക. ആദ്യം നടുഭാഗത്തുകൂടി ഒന്ന് ഡിവൈഡ് ചെയ്യുക, പിന്നെ മുകളിലത്തെ ഭാഗം 2 ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 3 ഭാഗങ്ങളുണ്ട്. അതിൽ ഏറ്റവും വലിയ ഭാഗത്ത് നമ്മൾ പച്ചക്കറികളും പഴങ്ങളും കൊണ്ട് നിറയ്ക്കുക. കാൽ ഭാഗത്ത് നമ്മൾ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ മാത്രം എടുക്കുക. അതായത് നമുക്ക് വെജിറ്റബിൾ പ്രോട്ടീനായ ബീൻസ്, ചെറുപയർ, വൻപയർ, അച്ചിങ്ങാപ്പയർ, കടല, മുതിര തുടങ്ങിയുള്ള ഏതെങ്കിലും പ്രോട്ടീൻ കൂടുതൽ അടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ മാംസഭക്ഷണത്തിനകത്തും പ്രോട്ടീൻ ധാരാളം ഉണ്ട്. നമുക്ക് മത്സ്യം ധാരാളമായിട്ട് ഉപയോഗിക്കാം. മുട്ട ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ ലീൻ മീറ്റ്, അതല്ലെങ്കിൽ ചിക്കൻ നല്ലതാണ്. അപ്പം ഇങ്ങനെ ഏതെങ്കിലും പ്രോട്ടീൻ അടങ്ങിയത് കാൽ ഭാഗം വേണം. പിന്നെ ബാക്കി കാൽ ഭാഗത്ത് മാത്രമേ നമ്മൾ അന്നജം അടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ ഉൾപ്പെടുത്താവുള്ളൂ. അന്നജം തിരഞ്ഞെടുക്കുമ്പോൾ നമ്മളത് ഹെൽത്തി കാർബോഹൈഡ്രേറ്റും ഉണ്ട്, അൺഹെൽത്തി കാർബോഹൈഡ്രേറ്റും ഉണ്ട്. നമ്മൾ ഹെൽത്തി കാർബോഹൈഡ്രേറ്റ് തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് തവിടോട് കൂടിയ അരി അല്ല തവിടോട് കൂടിയ ധാന്യങ്ങൾ. നമ്മൾ റിഫൈൻഡ് ആയിട്ടുള്ള ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യണം. അതുപോലെ തന്നെ റിഫൈൻഡ് ആയിട്ടുള്ള ധാന്യപ്പൊടികൾ, ഉദാഹരണം മൈദ തുടങ്ങിയ ധാന്യപ്പൊടികൾ നമ്മൾ ഉപയോഗിക്കരുത്. പിന്നെ ഹെൽത്തി കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ മറ്റു ഭക്ഷണ സാധനങ്ങളും ആ കാൽ ഭാഗത്ത് ഉൾപ്പെടുത്താം. അങ്ങനെ ഹെൽത്തി പ്ലേറ്റ് മെത്തേഡ് നമ്മൾ പ്രായോഗികമാക്കുകയാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അമിതമാകാതിരിക്കുവാൻ തീർച്ചയായിട്ടും കഴിയും. അപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ഈ കാര്യം എല്ലാവരും ഓർത്തിരിക്കുക. അതായത് മിതമായ അളവിൽ മാത്രമേ നമ്മൾ ഭക്ഷണം കഴിക്കാവൂ. അത് നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് എപ്പോഴും ഒരു മുതൽക്കൂട്ടാവും. അപ്പോൾ വളരെ വിലപ്പെട്ട ഈ വിവരങ്ങൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.